ശ്രീ അയ്യപ്പൻ്റെ സ്വർണം കവർച്ച ചെയ്യപ്പെട്ടത് സംഭവത്തിൻ്റെ അന്വേഷണം, ആ അന്വേഷണത്തിൽ ഇപ്പോഴും അതിൽ ദേവസ്വം ബോർഡും സർക്കാരും തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന് അവർ തന്നെ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇത്രയും ദിവസമായിട്ടും കസ്റ്റഡിയിലെടുക്കാത്തത് ഗുരുതരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഇട നൽകുന്നതാണ്. ശബരിമല അയ്യപ്പൻ്റെ സ്വർണം പട്ടാപ്പകൽ എല്ലാ നിയമ സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് കൊണ്ടുപോയ ഒരാൾ, അങ്ങനെ ഒരാളെ ഇത്രയും ദിവസം അയാളെ കസ്റ്റഡിയിലെടുക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ഇത് സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ അടക്കം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള ആശങ്കയാണ് വിശ്വാസികൾക്കുള്ളത്. തെളിവ് നശിപ്പിക്കാനുള്ള അവസരമാണ് ഇതിലൂടെ ലഭിക്കുന്നത്. പോറ്റിയുടെ പാസ്പോർട്ട് പിടിച്ചു വെച്ചതായിട്ട് അറിവില്ല. ഇയാളെ മാത്രമല്ല, ഈ സംഭവത്തിൽ പങ്കാളികളാണെന്ന് കരുതപ്പെടുന്ന നിരവധി ആളുകളുണ്ട്. ഈ മുരാരി ബാബു ആണെങ്കിലും സുനിൽകുമാർ ആണെങ്കിലും അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന പത്മകുമാർ ആണെങ്കിലും അന്നത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി ആണെങ്കിലും ഇവർക്കൊക്കെ തെളിവ് നശിപ്പിക്കാനുള്ള ആവശ്യമായിട്ടുള്ള സമയം നൽകുകയാണ് ഈ അന്വേഷണത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കുമ്പോൾ തോന്നുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള ഗൗരവപൂർണമായിട്ടുള്ള ഒരു സംശയത്തിനാണ് ഇട നൽകുന്നത്. സർക്കാരിന് ഈ കാര്യത്തിൽ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനും നഷ്ടപ്പെട്ട സ്വർണം തിരിച്ച് എടുക്കാനും വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമം വേണ്ടത്ര താല്പര്യത്തോടു കൂടിയാണോ നടത്തുന്നത് എന്നുള്ള ഒരു വലിയ സംശയം, ആ സംശയം ഇതിലൂടെ ഉയർന്നു വരികയാണ്. അതുകൊണ്ട് ശ്രീകോവിലിലെ വസ്തുക്കൾ ദേവസ്വം മാനുവലിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് കടത്തിയതുൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ, ആ കുറ്റങ്ങൾ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ദേവസ്വം ബോർഡ്, നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അദ്ദേഹം പറയുന്നത് ഞങ്ങളെ ബന്ധപ്പെടുത്താൻ ശ്രമിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അതിൽ പങ്കില്ല എന്ന് ആര് പറഞ്ഞാലും ജനങ്ങളത് അംഗീകരിക്കില്ല. കാരണം ദേവസ്വം ബോർഡാണ്, നിലവിലുള്ള ദേവസ്വം ബോർഡാണ് അദ്ദേഹത്തെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തി 2025 അത് വീണ്ടും അറ്റകുറ്റപ്പണിക്ക് വേണ്ടി ഏൽപ്പിക്കാൻ തീരുമാനമെടുത്തത്. 2019 ഏതാണ്ട് 3.5 കിലോ 4 കിലോ സ്വർണത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട് എന്ന് ബോധ്യമായതിന് ശേഷവും അതേ ആളെ വിളിച്ചു വരുത്തി ഏൽപ്പിക്കുക, ഇയാളുടെ പേരിൽ തന്നെ വാറണ്ടി നിലനിർത്തുക, 40 വർഷത്തെ ഗ്യാരണ്ടിയുള്ള ഒരു കാര്യം 2019 അറ്റകുറ്റപ്പണിയും ബാക്കിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം 40 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഗ്യാരണ്ടിയുള്ള ഒരു കാര്യം 5 വർഷത്തിനകം വീണ്ടും പണിയാൻ വേണ്ടി ഇതേ ആളെ ഏൽപ്പിക്കുക, ഇങ്ങനെയുള്ള നിരവധി ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ അത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഞങ്ങൾ പരിശുദ്ധരാണ്, ഇതിനു മുൻപുള്ള ആൾക്കാർ ചെയ്ത വീഴ്ചകൾ അല്ലെങ്കിൽ ചെയ്ത കുറ്റങ്ങൾ, ആ കുറ്റങ്ങൾക്ക് ഞങ്ങളെ കുറിച്ചിക്കരുത് എന്നുള്ള നിലപാടെടുക്കുന്നത് ആ നിലപാടിന് ഒട്ടും തന്നെ യാതൊരു ബലവുമില്ലാത്തതാണ്, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് 2019 ബോർഡിന്, അന്നത്തെ ദേവസ്വം വകുപ്പിന് ഉണ്ടായിട്ടുള്ള അവർക്കുള്ള പങ്കാളിത്തം, അതേപോലത്തെ പങ്കാളിത്തം ഇന്നത്തെ ദേവസ്വം ബോർഡിനുണ്ട്, ഇന്നത്തെ ദേവസ്വം വകുപ്പിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ശരിയായ രീതിയിൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണമെങ്കിൽ, അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി, വിശ്വാസി സമൂഹം
ഈ കാര്യത്തിൽ ഒരു CBI അന്വേഷണം വേണം എന്നാവശ്യപ്പെടുന്നത്. ആ സംശയം ബലപ്പെടുത്തുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ SITയുടെ അന്വേഷണം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രതികളായിട്ട് കണക്കാക്കപ്പെടുന്ന അല്ലെങ്കിൽ സംശയിക്കപ്പെടുന്ന ആളുകൾ, ആ ആളുകൾക്ക് ഇപ്പോഴും സ്വതന്ത്രമായിട്ട് മൂവ് ചെയ്യാം. അവർക്ക് സ്വതന്ത്രമായിട്ട് അവർക്ക് എതിരായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും നൽകുന്ന സാഹചര്യം. ഈ സാഹചര്യം ഒരു വലിയ സംശയം ഈ SITയുടെ അന്വേഷണത്തെക്കുറിച്ച് ഉൾപ്പെടെ വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ദേവസ്വം ബോർഡിൻ്റെ അനാസ്ഥയും കെടുകാര്യസ്ഥതയും പലതവണ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. ബന്ധപ്പെട്ട മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളിലുള്ള പ്രതിബദ്ധതയില്ലായ്മയും വ്യക്തമായിട്ടുള്ളതാണ്. അത് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിട്ടുള്ള ആറന്മുളയിലെ വള്ളസദ്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആചാരലംഘനം. വള്ളസദ്യ അല്ലെങ്കിൽ അഷ്ടമരോഹിണിയുടെ ഭാഗമായിട്ടുള്ള അഷ്ടമരോഹിണി സദ്യ എന്ന് പറയുന്നത് ഭഗവാന് പൂജിച്ച വസ്തു ആ പൂജയ്ക്ക് ശേഷം ഭക്തർക്ക് പ്രസാദമായിട്ട് നൽകുന്നു എന്നാണ്. അതാണ് അതിൻ്റെ പിന്നിലുള്ള സങ്കല്പം. അല്ലാതെ അവിടെ എല്ലാവർക്കും സദ്യ കൊടുക്കുന്നു എന്നല്ല. ആ പ്രസാദ ഊട്ടിലാണ് എല്ലാവരും പങ്കെടുക്കുന്നത്. പ്രസാദ ഊട്ടിൽ പങ്കെടുക്കണമെങ്കിൽ ആദ്യം പൂജ നടക്കണം. ഭഗവാന് നിവേദിച്ചതിന് ശേഷം അതിന് ശേഷമാണ് അത് ഭക്തർക്ക് നൽകുന്നത്. ഇതിനൊന്നും കാത്തു നിൽക്കാതെ, അതിന് കാരണം പലരും പല കാരണങ്ങൾക്ക് പറയുന്നുണ്ട്, വളരെ പരിഹാസ്യമായിട്ടുള്ള കാരണങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ പക്ഷേ അത്തരത്തിലുള്ള ഏത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും ദേവസ്വം മന്ത്രിക്ക് ക്ഷേത്രാചാരങ്ങളെക്കുറിച്ച് പ്രാഥമികമായിട്ടുള്ള അറിവെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ തരത്തിൽ അവിടെ തിരുവാറന്മുള അപ്പന് നിവേദിച്ച് വിളക്ക് കൊളുത്തി അവിടുത്തെ ചടങ്ങുകളൊക്കെ പൂർത്തിയായതിന് ശേഷം മാത്രമേ ഈ വള്ളസദ്യയിൽ മന്ത്രി പങ്കെടുക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. മന്ത്രിക്ക് ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങളിലുള്ള താല്പര്യം വളരെ വ്യക്തമാണ്. കാരണം ഏറ്റുമാനൂരിൽ വിജിലൻസ് തന്നെ കണ്ടെത്തി കുറ്റവാളിയാണെന്ന് കണ്ടെത്തി മാറ്റി നിർത്താൻ ആവശ്യപ്പെട്ട മുരാരി ബാബുവിനെതിരായിട്ട് തൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള പ്രദേശത്ത് ഉള്ള ക്ഷേത്രത്തിലുണ്ടായിട്ടുള്ള ഈ പ്രശ്നങ്ങളുടെ പേരിൽ പോലും ആ മുരാരി ബാബുവിനെതിരായിട്ട് നടപടിയെടുക്കാതിരുന്ന ആളാണ് മന്ത്രി വാസവൻ. ഇപ്പോൾ അതിനുശേഷം വൈക്കം ക്ഷേത്രത്തിലെ വഴിപാടിനങ്ങളിൽ ലഭിച്ച 255 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടതായിട്ട് ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ട്. 2020-21 ഓഡിറ്റ് റിപ്പോർട്ട്. ആ ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ വർഷം നവംബറിലാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഈ കാര്യത്തിലും ഈ രണ്ട് മഹാക്ഷേത്രങ്ങളും തൻ്റെ സ്വന്തം ജില്ലയിലുള്ളതാണ്, ദേവസ്വം മന്ത്രിയുടെ ജില്ലയിലുള്ളതാണ്. ഈ രണ്ട് കാര്യത്തിലും ദേവസ്വം മന്ത്രി ഒരു നടപടിയും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ്, ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡ് ക്ഷേത്ര സ്വത്തുക്കൾ മുഴുവൻ തന്നെ കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്ന ഒരു ബോർഡായിട്ട് മാറിയിരിക്കുകയാണ്. അവിശ്വാസികളാണ് ആ ബോർഡിലുള്ളത് എന്നുള്ളത് അവരുടെ പാർട്ടിയുടെ നയമായിരിക്കാം. പക്ഷേ അവിശ്വാസികൾ ഈ തരത്തിലുള്ള ബോർഡിന് നേതൃത്വം നൽകുമ്പോൾ ആ ബോർഡ് നടത്തേണ്ട ഭരണപരമായിട്ടുള്ള ചുമതല പോലും നിറവേറ്റാതെ ക്ഷേത്ര സ്വത്തുക്കൾ മുഴുവൻ കൊള്ളയടിക്കുന്ന ഒരു സാഹചര്യം, അതിന് കാവൽ നിൽക്കുന്ന, അതിന് സംരക്ഷണം നൽകുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യമാണ് കേരളത്തിൽ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളവും ദേവസ്വം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ബോർഡിനെ പിരിച്ചുവിടണം എന്ന് ഭാരതീയ ജനതാ പാർട്ടിയും വിശ്വാസ സമൂഹവും ആവശ്യപ്പെട്ടിട്ടുള്ളത്. മൂന്നാമതൊരു കാര്യം, ഈ കൊച്ചിയിലെ സെൻറ്റ് റീത്താസ് സ്കൂളിൽ, ആ സ്കൂളിൽ ശിരോവസ്ത്രം ധരിക്കാനുള്ള അവകാശത്തെ സംബന്ധിച്ചും ശിരോവസ്ത്രം ധരിച്ചതിനെ സംബന്ധിച്ചും ഉണ്ടായിട്ടുള്ള തർക്കം. ഈ തർക്കത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അദ്ദേഹം അനാവശ്യമായിട്ടുള്ള മതപരമായിട്ടുള്ള വികാരം, വർഗീയമായിട്ടുള്ള വികാരം ആളിക്കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കുട്ടി കഴിഞ്ഞ 4 മാസമായിട്ട്, ആ കുട്ടി സ്കൂളിൽ ചേർന്ന് 4 മാസമായിട്ട് ശിരോവസ്ത്രം ധരിക്കാത്ത കുട്ടി
ഒരു ദിവസം സുപ്രഭാതത്തിൽ അത് ധരിച്ചു വരുന്നു. അവിടുത്തെ സ്കൂളിൻ്റെ അധികൃതർ ആ സ്കൂളിലെ യൂണിഫോമിന് വിരുദ്ധമായിട്ടുള്ള വസ്ത്രധാരണം അത് അനുവദിക്കാനാകില്ല എന്ന് കുട്ടിയോടും രക്ഷാകർത്താവിനോടും സൂചിപ്പിക്കുന്നു. അവസാനം 2 ദിവസം സ്കൂൾ അടച്ചിടേണ്ടി വരുന്നു. കാരണം അവിടെ രക്ഷാകർത്താവിൻ്റെ കൂടെ സ്കൂളുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു മതസംഘടനയിൽപ്പെടുന്ന ആളുകൾ വന്ന് സ്കൂളിലെ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഭീഷണിപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ട് 2 ദിവസം അടച്ചിടേണ്ടി വരുന്നു. അതിനുശേഷം അത് പരസ്പരം സംസാരിച്ച് ഒത്തുതീരുന്നു. ആ ഒത്തുതീർന്നതിന് ശേഷം സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാത്തൊരു പ്രശ്നം കുത്തിപ്പൊക്കി നിയമപരമായിട്ട് തന്നെ സംസ്ഥാനത്ത് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് ഉൾപ്പെടെ വിരുദ്ധമായിട്ട് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പ്രസ്താവനയിലൂടെ ആ നിർദ്ദേശം നൽകുന്നത് ചില രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടിയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു പ്രത്യേക മതവിഭാഗത്തെ സന്തോഷിപ്പിക്കാനും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് ധാരണയുണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ് ശ്രീ ശിവൻകുട്ടി നടത്തിയത്. ഈ തരത്തിൽ മതപരമായിട്ടുള്ള വിദ്വേഷവും മതപരമായിട്ടുള്ള വിഭാഗീയതയും സ്പർദ്ധയുമൊക്കെ ഉണ്ടാക്കാൻ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ശ്രമിക്കുന്ന ശ്രീ ശിവൻകുട്ടി അദ്ദേഹം സത്യപ്രതിജ്ഞയുടെ അടക്കം ലംഘനമാണ് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം അവിടെ ഈ സ്ഥലത്തെ MP ആയിട്ടുള്ള ശ്രീ IB ഈഡൻ അദ്ദേഹം ഇന്നലെ നടത്തിയൊരു പരാമർശം അതെനിക്ക് ഏറ്റവും വലിയ പരിഹാസ്യമായിട്ട് തോന്നിയത്. അദ്ദേഹം പറഞ്ഞത് BJPയെയും RSSനെയും ഇതിൽ നിന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് ഞങ്ങൾ അനുവദിക്കില്ല. അവിടെ BJP RSS അല്ല പ്രശ്നം. IB ഈഡന് സ്വന്തം മണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങളടക്കം മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അവിടെ സ്കൂൾ അടച്ചിടേണ്ടി വന്നത് ഈ കുട്ടിയുടെ കൂടെ രക്ഷാകർത്താവിൻ്റെ കൂടെ ഒരു കൂട്ടം ആളുകൾ വന്ന് ബഹളം ഉണ്ടാക്കിയതിൻ്റെ ഫലമായിട്ടാണ്. BJPക്കാർ അവിടെ പോയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ SDPIയെയും അതുപോലെ പ്രദേശത്ത് മതപരമായിട്ടുള്ള വിദ്വേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളെയും ആ ആളുകളെ പേരെടുത്ത് പറയാനുള്ള തൻ്റെ ഇടം പോലും ആ MP-ക്ക് നഷ്ടപ്പെട്ടു പോയി എന്നാണ് ഇത് വ്യക്തമാകുന്നത്. ഇത് വലിയൊരു പ്രശ്നമാണ്. കാരണം കേരളത്തിൽ ഈ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്ന ചില ആളുകൾ, ആ മതവിഭാഗത്തിലുള്ള എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ പറയില്ല, അതിലുള്ള ചില ആളുകൾ ഈ തരത്തിൽ തീവ്ര വർഗീയ വിഷം വമിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളും പെരുമാറ്റവും ഒക്കെ ആയിട്ട് രംഗത്തിറങ്ങുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ച് അത്തരം ശക്തികളെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പകരം ആ ശക്തികളെ ഭയപ്പെട്ടുകൊണ്ട് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ കോൺഗ്രസും CPM-ഉം നടത്തുന്ന ആ ശ്രമങ്ങൾ കേരളത്തിൽ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുന്നതിന് മാത്രമേ കാരണമാവുകയുള്ളൂ. അതുകൊണ്ട് CPM-ഉം കോൺഗ്രസും ഇത്തരത്തിലുള്ള ശ്രമങ്ങളിൽ നിന്ന് പിന്മാറണം എന്നുകൂടി ആവശ്യപ്പെടാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര പോയപ്പോൾ കൊട്ടാരക്കരയിൽ ഗണപതിയുടെ പ്രസാദം, അതും വാസ്തവത്തിൽ ഗണപതിയുടെ പ്രസാദം എന്ന് പറയുന്നത് ഗണപതി ഹോമം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന പൂജാ വസ്തു എന്നുള്ള നിലയിലാണ്, പൂജയിൽ ഉപയോഗിച്ചിട്ടുള്ള വസ്തുവാണ് പ്രസാദമായിട്ട് ഭക്തർക്ക് നൽകേണ്ടത്. അതിനു പകരം ക്ഷേത്രവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത തൊട്ടടുത്തുള്ള ഒരു സ്ഥലം വാടകയ്ക്കെടുത്ത് ആ കെട്ടിടത്തിൽ കേരളത്തിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത മറ്റേതോ സംസ്ഥാനത്തു നിന്ന് വന്ന ചില തൊഴിലാളികൾ മദ്യക്കുപ്പിയുടെയും അതുപോലെ എല്ലാ വസ്തുക്കളും അവർക്ക് താല്പര്യമുള്ള ഭക്ഷ്യ വസ്തുക്കളുടെ ഇടയിൽ ഈ ഗണപതിയുടെ പ്രസാദമുണ്ടാക്കുന്ന ഒരു ദൃശ്യമാണ് അവിടെ ചെന്ന ഭക്തർക്കൊക്കെ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നതിൻ്റെ കാരണം ക്ഷേത്രഭരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ക്ഷേത്ര ആചാരങ്ങളെക്കുറിച്ചോ ഒരു ധാരണയും അതിനോട് പ്രതിബദ്ധതയുമില്ലാത്ത, അതിനോട് ബഹുമാനമില്ലാത്ത, ആദരവില്ലാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുകയും
അങ്ങനെയുള്ള ആളുകൾ ദേവസ്വം ഭരണം കൈകാളുകയും ചെയ്യുന്ന സാഹചര്യം, ആ സാഹചര്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുണ്ടാക്കുന്നത്. ഈ സർക്കാരിലുള്ള പാർട്ടി ആശയപ്രകാരം ഭക്തിയില്ലാത്ത ആളുകൾ ഈ സ്ഥാപനങ്ങളുടെ ഭരണം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. അവർ ഭക്തിയുള്ള വിശ്വാസമുള്ള മറ്റാരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. ആ മുന്നണിയിൽ തന്നെ ഒരുപക്ഷെ മതവിശ്വാസം നിഷിദ്ധമല്ലാത്ത ആ പാർട്ടികളും ആളുകളും ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആരെങ്കിലും കണ്ടെത്തി ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇങ്ങനെയൊരു ഒരു 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 കെടുകാര്യസ്ഥത, ഈ തരത്തിലുള്ള ഒരു കൊള്ള നടക്കില്ലായിരുന്നു. അതാണ് ഞങ്ങൾക്ക് പറയാൻ. ഈ ഒന്നല്ല, ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ആകെ പ്രശ്നമുണ്ട്. ക്ഷേത്രത്തിന്റെ സ്വത്തുകൾ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് ഇത് അവിശ്വാസികൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ആ ഗൗരവമില്ലായ്മ ഉണ്ടാവുന്നതെന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം അറിവില്ലാത്തതുകൊണ്ടും താല്പര്യമില്ലാത്തതുകൊണ്ടും. വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം, വിശ്വാസികൾ ഉണ്ടായിരുന്ന കാലത്ത് നടന്നിട്ടില്ലേ? പക്ഷെ വിശ്വാസികളായിട്ടുള്ള ആളുകൾ കൈകാര്യം ചെയ്ത സമയത്ത് നടന്നത് അഴിമതിയാണ്. ഇത് അഴിമതി മാത്രമല്ല, ഇത് അഴിമതിയോടൊപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളോടുള്ള താല്പര്യമില്ലായ്മയും, ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം ഇല്ലാതാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഭരണം കൈയാളുന്നത്. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറഞ്ഞ ആളുകളുടെ പിന്മുറക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ക്ഷേത്ര വിശ്വാസികളായിട്ടുള്ള ആളുകൾ ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യണം. ഏറ്റവും പ്രാഥമികമായിട്ട് ഏറ്റവും ചുരുങ്ങിയത് മിനിമം ക്ഷേത്ര വിശ്വാസികളെങ്കിലുമായിട്ടുള്ള ആളുകളായിരിക്കണം ദേവസ്വം ബോർഡും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വഖഫ് ബോർഡിൽ അമുസ്ലിങ്ങൾ ഉൾപ്പെടുത്തുന്നത് ഒരു ഇരട്ടത്താപ്പല്ലേ BJP-യുടെ? അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതുവരെ. ഇത് ക്ഷേത്ര ആചാരത്തിന്റെ കാര്യം. അവിടെ പള്ളിയിൽ പള്ളിയിൽ ആരാധനയുടെ കാര്യമല്ല, അവിടുത്തെ സ്വത്തിന്റെ കാര്യത്തിലാണ്. വിശ്വാസമല്ലല്ലോ, വിശ്വാസവും സ്വത്തും തമ്മിൽ എന്താ വന്നു? അല്ല, അന്ന് റെഫർ ചെയ്തത് കേന്ദ്രം ഈ വിഷയത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുകൊണ്ടാണ് പറയുന്നത്. അന്ന് റെഫർ ചെയ്തത് കേരളത്തിലെ അടക്കം ദേവസ്വം ബോർഡുകളുടെ ഈ പറഞ്ഞതുപോലുള്ള ഭരണനിർവഹണവുമായി അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അവിശ്വാസികളുടെ എല്ലാം വെച്ചാണ് കേന്ദ്രം അന്ന് ഇതിന് മറുപടി നൽകിയത്. അല്ല, കേന്ദ്രം മറുപടി കൊടുത്തിട്ടുണ്ടാവും, അത് അതിനുള്ള മറുപടി ആയിരിക്കും, അത്രേ ഉള്ളൂ. അതല്ലാതെ ആചാരങ്ങളിൽ അടക്കം അങ്ങനെ നടക്കുന്നു എന്നാണ് പറഞ്ഞത്, അത്രേ ഉള്ളൂ. ഇവിടെ ആചാരം അല്ലാത്ത കാര്യം നടക്കുന്നു എന്നുള്ളതാണ്. വഖഫ് ബോർഡുമായിട്ട് ഇതിന് ഒരു വിധത്തിലും, വഖഫ് ബോർഡും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കമ്മിറ്റിയും തമ്മിൽ ഒരു ബന്ധമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ED ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത പുറത്തു പോകുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഏതൊക്കെ രീതിയിലാണ് BJP ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ? അല്ല, BJP ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല ഇത്. അതായത് അഴിമതി ആര് നടത്തിയിട്ടുണ്ടെങ്കിലും അഴിമതിക്കാർ ആരും തന്നെ നിയമത്തിൻ്റെ മുന്നിൽ വരാതെ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിയമം. പിന്നെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ച് ഉദാഹരണത്തിന് ചിദംബരത്തിൻ്റെ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് 2007-ലാണ്. കേസ് എടുക്കുന്നത് 2017-ലാണ്. അറസ്റ്റ് നടന്നത് 2019-ലാണ്. ഇപ്പോഴും കേസ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കേസിനെ സംബന്ധിച്ച്, ഒരു സംഭവത്തെ സംബന്ധിച്ച് അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അഴിമതി കാണിച്ച ആരും രക്ഷപ്പെട്ടു പോവില്ല. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കാര്യത്തിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ നടപടി അവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇന്ന് പറഞ്ഞു ചിദംബരത്തിന്റെ കേസിൽ 2007 നടന്ന, 2000 കേസിൽ അതുപോലെ പിണറായി വിജയന്റെ മകന്റെ കേസിൽ 2003 നടന്ന ഒരു സമൻസ് ആണെങ്കിൽ പോലും അതിപ്പോഴും 2023 സമൻസ് കാലം കഴിഞ്ഞിട്ടില്ല. അതിനൊന്നും കാലം കഴിഞ്ഞിട്ടില്ല എന്നല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രീതി, അവരുടെ രീതി കേരള പോലീസ് അന്വേഷിക്കുന്നതിൽ നിന്ന് വ്യത്യാസമുണ്ട്. അവർ ഓരോ തെളിവ് വിലയിരുത്തി ആ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ എടുക്കുന്നത്. അതുകൊണ്ട് കാലതാമസത്തിൻ്റെ പേരിലാണല്ലോ ഈ സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ വരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ രീതി അതാണ്. അത് ഒരുപക്ഷെ അവർക്ക്
കേസുകൾ കൂടുതൽ കൈകാര്യം ചെയ്യാനുള്ളത് കൊണ്ടാവാം. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ അവ്യക്തത സമൻസ് നൽകി അതിലൊരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു സമൻസ് നൽകുക, അല്ലെങ്കിൽ അത് പിന്നീട് വാറന്റിലേക്ക് ചെയ്യട്ടെ. ഇതൊന്നും ആ പ്രോസസ്സിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല. അതായത് അത് തുടർന്ന് എന്ത് നടന്നു നടന്നില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. അവിടെയാണ് ഈ അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അല്ല, അതിനെക്കുറിച്ച് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം എന്താണെന്നറിയോ? CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് എല്ലാ ഘട്ടങ്ങളിലും ഇത് തന്നെയാണോ നിലപാട്? ഇതേ കോൺഗ്രസ് ആണ് CBI കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ട നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡൽഹിയിൽ ധർണ നടത്തുന്നു. കേജ്രിവാളിനെതിരായിട്ട് കേസെടുത്ത ആൾക്കാർ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതേ കോൺഗ്രസ് കേജ്രിവാളിന് വേണ്ടി വാദിച്ച ആൾക്കാരാണ്. പക്ഷെ അങ്ങനെ ഡീലുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. CPM-ഉം BJP-യും ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ ആരോപണം ഉണ്ടല്ലോ, കോൺഗ്രസും BJP-യും തമ്മിൽ ഡീലുണ്ട്. രണ്ടു കൂട്ടരുമായിട്ട് ഞങ്ങൾ ഡീൽ ചെയ്യില്ല. കേജ്രിവാൾ അടക്കം ജയിലിൽ കിടന്നിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷേ ഈ പിണറായി വിജയന്റെ മകനെതിരായിട്ടുള്ള കേസിൽ 2 വർഷമായിട്ടും ഹാജരാവാതിരുന്നിട്ട് പോലും ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. അതെന്തുകൊണ്ടെന്നുള്ള അല്ല, സംശയം. ഒരു നടപടിയും കേസുണ്ടെന്ന് പറഞ്ഞ് ഇടിക്ക് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് തീരല്ലേ? നമുക്കറിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. കാരണം ഞാൻ ബാക്കിയുള്ള ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളല്ല. അതിലെ JMM നേതാവ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു, അകത്തിട്ടു, ജയിലിലിട്ടു. ഇതുപോലെ അരവിന്ദ് കെജ്രിവാളിനെ മനീഷ് ജയിലിലിട്ടു. സിസോദിയ. അങ്ങനെ പലരെയും ജയിലിലിട്ടു. പക്ഷെ പിണറായി വിജയന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് BJP മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് പൊതുവിൽ വരുന്നത്. BJP അല്ലല്ലോ ഇതൊന്നും സ്വീകരിക്കുന്നത്. BJP-യുടെ സംവിധാനം, അതായത് കേന്ദ്ര ഓരോ സർക്കാരാണല്ലോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓരോ കേസിന്റെയും തെളിവുകൾ പരിശോധിച്ച് ആ തെളിവുകൾക്കനുസരിച്ചുള്ള നടപടിയെടുക്കും. അതാണ് സമൻസ് നൽകിയത്. പറഞ്ഞത് മുഴുവൻ പറഞ്ഞു. ഇതെല്ലാം ഒരേ രീതിയിലുള്ള തെളിവുകളാണ് എന്നുള്ളതിന് നിങ്ങളുടെ കയ്യിലും എൻ്റെ രേഖയില്ല, എൻ്റെ കയ്യിലും രേഖയില്ല. ഇത് നിങ്ങൾ ഈ പറഞ്ഞ 4 സംഭവങ്ങളുണ്ടല്ലോ, അറസ്റ്റിലായ ആൾക്കാർ, ഇവരുടെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ എൻ്റെ കയ്യിൽ ഇവരെ ആരെക്കുറിച്ചുള്ള ഒരു തെളിവ് ഞാൻ ശേഖരിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ശേഖരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിക്കുന്നത് മനസ്സിലാക്കാം. ഹേമന്ത് സോറന്റെ എന്തൊക്കെ തെളിവുകളാണ് ഇടിക്ക് കിട്ടിയത്, പിന്നെ കേജ്രിവാളിന്റെ എന്തൊക്കെ തെളിവുകളാണ് കിട്ടിയത്, പിണറായി വിജയന്റെ കാര്യത്തിൽ എന്തൊക്കെ തെളിവുകളാണ് കിട്ടിയത്, ആ തെളിവിനനുസരിച്ചിട്ട് എൻഫോഴ്സ്മെന്റ്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട, കുറ്റം ചെയ്തവരെല്ലാവരും തന്നെ വെള്ളം കുടിക്കും, അടിയിടും. ഒരു പ്രൂഫും ഇല്ലാതെ ഒരു സമൻസ് ED അയക്കുമോ, അല്ലെങ്കിൽ ഒരു കേസുമായി ബന്ധപ്പെട്ട് ലാവ്ലിൻ കേസുമായി ഇതെല്ലാം നമ്മുടെ ഊഹപോഹയല്ലെന്ന്. നിങ്ങളുടെ സംശയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ നിങ്ങൾ കോൺഗ്രസിന്റെയും CPM-ന്റെ ആരോപണമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. ഞാൻ പറയുന്നു ആ ആരോപണത്തിൽ ഒരു അടിസ്ഥാനമില്ല. ഈ ലൈഫ് മിഷന്റെ കേസിലാകട്ടെ, പല കേസിലാകട്ടെ, ED കേസും CBI കേസൊക്കെ പല തവണ ഈ മുഖ്യമന്ത്രിയുമായിട്ട് കൂട്ടിമുട്ടുന്നുണ്ട്. പക്ഷെ പിന്നീട് ഒരു നടപടി ഉണ്ടാവുന്നില്ല, മറ്റൊരു തലത്തിലേക്ക് ഒരു ഇതിലേക്ക് പോകുന്നില്ല. അതിന് പിന്നിൽ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു കാര്യം പറയട്ടെ. അതായത് നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഡീൽ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം അറസ്റ്റ് ചെയ്ത് നിങ്ങൾ തന്നെ പറയും വേട്ട വേട്ട വേട്ട. ഇത് തന്നെയാണ് നിങ്ങൾ. അല്ലല്ല, ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ്, നിങ്ങൾ കോൺഗ്രസിന്റെ വാദമാണല്ലോ എടുക്കുന്നത്. കോൺഗ്രസ് കേജ്രിവാളിനെതിരായിട്ട് കേസെടുത്ത ആൾക്കാരാ. ആ കേസെടുത്ത ആൾക്കാർ ആരോപണം ഉന്നയിച്ച കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് അവരുടെ പരാതിയുടെ മുകളിലാണ് കേസ് വന്നത്. ആ കേസിന്റെ മുകളിൽ അന്വേഷണം നടന്ന് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അതേ കോൺഗ്രസ് പറയുന്നത് വേട്ടയാടുന്നു എന്നാണ്, രാഷ്ട്രീയ വേട്ട. അപ്പൊ അതായത് ഈ ഓരോ റണ്ണിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാച്ച് ജയിക്കുകയോ ജയിക്കില്ല എന്ന് വിലയിരുത്തുന്നത് പോലെയാണ്. കാരണം ഒരു നടപടിയുടെ അടിസ്ഥാനത്തിൽ ഒരു സമൻസ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് 4 ദിവസം മിണ്ടിയില്ലെങ്കിൽ കേസ് തീർന്നു. അങ്ങനെയല്ല, കേസ് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയും. അതായത് ഈ കേസ് കംപ്ലീറ്റ് ആയിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിഡ്രോ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് പറയാം ഇതിൽ എന്തുകൊണ്ട്, എന്ത് അടിസ്ഥാനത്തിലാണ് വിഡ്രോ ചെയ്തത്. ഒരു ചോദ്യം കൂടി. മദ്യ അഴിമതി കേസിൽ അതിവേഗത്തിലായിരുന്നു EDയുടെ നടപടി. അതിവേഗത്തിൽ ആ നടപടികൾ നടക്കുകയും അരവിന്ദ് കെജ്രിവാളിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. മറ്റ് ഈ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരുടെയും അവിടെയും ഇത്തരത്തിൽ നടപടികൾ വേഗത്തിലാക്കി നടത്തി. അജിത് പവാറിനെതിരെ EDയുടെ അന്വേഷണം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ എവിടെ എത്തി എന്ന് പോലും അറിയില്ല. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ ഉണ്ടായിരുന്നു. അതെല്ലാം ആ പ്രോസസ് എല്ലാം ഇപ്പം ഫ്രീസായ മട്ടിലാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും അതല്ലേ നടക്കുന്നത്.
അപ്പോൾ പാർട്ടി പക്ഷേ അവിടെ CPM ആണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതൊന്നും നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിൽ കിട്ടുന്ന എല്ലാ തെളിവും നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യത്തിനൊക്കെ ന്യായമായിട്ടുള്ള ചോദ്യമാണെന്ന് പറയാം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിൽ എന്തൊക്കെ തെളിവുകളുണ്ട്, ഏതൊക്കെ തെളിവുകൾ അവരെങ്ങനെയാണ് ശേഖരിച്ചിരിക്കുന്നത് നമുക്കറിയാതെ നിങ്ങളുടെ ചോദ്യം അന്വേഷണത്തിന്റെ വേഗത പോരാ എന്ന് പറയണമെങ്കിൽ അന്വേഷണത്തിൽ എന്തൊക്കെ കണ്ടെത്തി എന്നുള്ളത് ആദ്യം അറിയണമല്ലോ. വേഗതയെന്നല്ല, വ്യക്തതയില്ല. ഇഡിയുടെ ആ നടപടികളിൽ ഒന്നിലും വ്യക്തത വരുമ്പോൾ നിങ്ങൾ ആക്ഷേപിക്കും, വ്യക്തത ഇല്ലെങ്കിലും ആക്ഷേപിക്കും. വ്യക്തത വരുമ്പോ വേട്ടയാടുന്നു എന്ന് ആക്ഷേപിക്കും. അപ്പൊ പറയാ ഇത് അങ്ങനെ ആയതുകൊണ്ടാണ് ഈ വേട്ടയാടുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന എല്ലാ കാര്യങ്ങളും അതേപടി ഉന്നയിക്കേണ്ട ആവശ്യമില്ല. ആ കാര്യത്തിൽ വ്യക്തത വരുത്താൻ നിങ്ങൾക്ക് ശ്രമിക്കാം. ഈ വ്യക്തതക്കുറവ് എന്ന് പറയുമ്പോൾ അതിന് കൂടെ വായിക്കേണ്ട കാര്യം, ലാവ്ലിൻ കേസ് 30-ലധികം തവണയാണ് സുപ്രീം കോടതിയിൽ മാറ്റി. അപ്പൊ അതും കൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ഈ ED സമൻസ് അതിൽ തുടർ നടപടികൾ വരുന്നില്ല. അപ്പൊ അവിടെയാണ് കൂടുതൽ സംശയം വരുന്നത്. ഇത് രണ്ടും തമ്മിൽ സംശയിക്കേണ്ട മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനം വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രാഷ്ട്രീയമായി കാണുന്നുണ്ടോ? അതായത് എല്ലാ സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഇപ്പൊ രേവന്ത് റെഡ്ഡി എന്തിനാ പ്രധാനമന്ത്രി കാണുന്നത്, സ്റ്റാലിൻ എന്തിനാ പ്രധാനമന്ത്രി കാണുന്നത്? രാജ്യത്തെ എല്ലാ മന്ത്രിമാരും എല്ലാ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയെ കാണുന്നു. അത് പ്രധാനമന്ത്രിയാണ് കാണുന്നത്, നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയല്ല. അത് BJPയും ആ ഭരിക്കുന്ന പാർട്ടിയും തമ്മിലും അല്ല ബന്ധം. മമതാ ബാനർജി വന്ന് കണ്ടിട്ടില്ലേ? ബാക്കി എല്ലാവരെയും നിങ്ങൾ ഒഴിവാക്കി. മമതാ ബാനർജിയും BJPയും തമ്മിൽ ധാരണയുണ്ട് നിങ്ങൾ പറയോ? നീ അതും പറയോ വേണമെങ്കിൽ. മമതാ ബാനർജിയും BJPയും, മമതാ ബാനർജി എൻ്റെ ഓർമ്മയിൽ തന്നെ, ഞാൻ ഇവിടെ മന്ത്രിയായിരുന്ന കാലത്ത് തന്നെ 2-3 പ്രാവശ്യം വന്നിട്ട് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രിയും കണ്ടിട്ടുണ്ട്, രണ്ടുപേരെയും കണ്ടിട്ടുണ്ട്. മമതാ ബാനർജി ധാരണ ഉണ്ടാക്കാനാണ്, രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് വന്ന് കണ്ടത്. പ്രധാനമന്ത്രിയും അതായത് ഔദ്യോഗികമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രധാനമന്ത്രിക്ക് ഇങ്ങനെയുള്ള ആളുകളെല്ലാം കാണേണ്ടി വരും. രാഷ്ട്രീയമായിട്ട് എല്ലാ എതിർപ്പുണ്ടാവും. ഇപ്പോൾ കേരളത്തിൽ വന്നപ്പോൾ അമിത്ഷാജി CPMനെയും മുഖ്യമന്ത്രിയും ഒക്കെ കടുത്ത വിമർശനം നടത്തും. അടുത്ത ദിവസം ഇവിടെ അപ്പോയിൻമെന്റ് ആഭ്യന്തരമന്ത്രി എന്നുള്ളതിൽ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. അത് രണ്ടും, അതായത് നമ്മൾ ഈ ലെവലിലുള്ള ആളുകളുടെ ആരെങ്കിലും ഒരാൾ വന്ന് കണ്ട ഉടനെ അലിഞ്ഞു പോകുന്ന ആൾക്കാരാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഒരാൾ വന്ന് കണ്ടു, അതോടുകൂടി പിന്നെ ബാക്കിയെല്ലാം മാറ്റിവെച്ചു, അങ്ങനെയൊന്നുമില്ല. അത് അന്വേഷണത്തിൻ്റെ രീതിയിലൂടെ മുന്നോട്ട് പോകും. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ നീങ്ങും. അതേസമയത്ത് ഒരു രാജ്യത്തെ സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന ഗവൺമെന്റുകൾ തമ്മിൽ കൂടിക്കാഴ്ചകൾ നടക്കും. ആ കൂടിക്കാഴ്ചകളിൽ അഭിപ്രായ വ്യത്യാസം പറയും. ഇപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ടിട്ടും ചില കാര്യങ്ങളിൽ ഇപ്പോഴും കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ. വയനാട് ദുരന്തത്തിൽ മനസ്സലിയാത്തത് കൊണ്ടാണോ ഇതൊന്നും മനസ്സിലല്ലോ. നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ, തടസ്സമായത് നിയമങ്ങൾ, നടപടിക്രമങ്ങൾ പാലിക്കാത്തത് കൊണ്ടല്ലേ തടസ്സമായത്. മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് അല്ലെന്നാ. അതാണ് നമ്മുടെ തെറ്റിദ്ധാരണ. ഹിമാചൽ പ്രദേശിൽ നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് അവിടെ ഒരു നിയമമൊന്നും പാലിക്കാതെയാണ്. ഇവിടെ നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങൾ നിയമം പാലിക്കുന്നില്ല എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ പറയുന്നു ഇവിടെ അംഗീകരിച്ചിട്ടില്ല. ഹിമാചൽ പ്രദേശിലെ ഗവൺമെന്റ് എന്തൊക്കെ നടപടിക്രമം പാലിച്ചു നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. 2023 താങ്കൾ കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പൊ താങ്കൾക്ക് അറിയായിരുന്നു ഇങ്ങനെ ഒരു ED അന്വേഷണം മുഖ്യമന്ത്രിയെ നടക്കുന്നുണ്ട്? മകന്റെ പേരിൽ ഞാനെങ്ങനെ അറിയാം? ഞാൻ വിദേശകാര്യ വകുപ്പല്ലേ കൈകാര്യം ചെയ്തത്. വിദേശകാര്യ വകുപ്പിന്റെ മന്ത്രിക്ക് ആഭ്യന്തര വകുപ്പിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ചുമതലയില്ലാത്ത ക്യാബിനറ്റ് മന്ത്രിമാർക്ക് അടക്കറിയില്ലല്ലോ ഇത്. ഞാൻ സഹമന്ത്രിയായിരുന്നു. BJP അറിയേണ്ട ആവശ്യമില്ലല്ലോ. BJP അല്ലല്ലോ ഇതൊന്നും നോക്കുന്നത്. സ്വതന്ത്ര സംവിധാനമല്ലേ. അല്ല, ED കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ഒരുപക്ഷെ അതിൽ ബ്രീഫ് ചെയ്യേണ്ട വിഷയങ്ങൾ മന്ത്രിമാരെ ബ്രീഫ് ചെയ്യുന്നുണ്ടാവും. എല്ലാ വിഷയങ്ങളും ബ്രീഫ് ചെയ്യണമെന്നൊന്നുമില്ല. ഉദാഹരണത്തിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, രാജ്യത്ത് ധാരാളം ഇൻകം ടാക്സ് റെയ്ഡ് നടക്കും. ഇൻകം ടാക്സ് റെയ്ഡിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇൻകം ടാക്സ് റെയ്ഡിനെ കുറിച്ച് അവരാകെ ബ്രീഫ് ചെയ്യുന്നത് തൊട്ട് മുകളിലുള്ള ഓഫീസർ മാത്രമാണ്. അതിൻ്റെ മുകളിലുള്ള ആൾക്കാർ പോലും അറിയില്ല.
അപ്പോൾ അതുകൊണ്ട് മന്ത്രിമാർ ചിലപ്പോൾ അറിയണമെന്നില്ല. അതൊക്കെ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നതാണ്. ആ സിസ്റ്റത്തെ മുഴുവൻ ഏറ്റവും മുകളിൽ, കാരണം നമ്മുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ സംസ്ഥാന ഭരണത്തിൻ്റെ ഒരു രീതി കണ്ടിട്ട് മന്ത്രിമാരുടെ ഓഫീസിൽ നിന്നെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു രീതി കേന്ദ്ര സർക്കാരിൽ ഇല്ല എന്ന് ഡൽഹിയിലുള്ള മാധ്യമപ്രവർത്തകർക്കെങ്കിലും മനസ്സിലാക്കാം. നേരത്തെ പറഞ്ഞില്ലേ, അവിശ്വാസികൾ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ആ അവിശ്വാസികൾ സംഘടിപ്പിച്ച അയ്യപ്പ സംഗമം NSS, SNDP അടക്കം സ്വാഗതം ചെയ്തു. അപ്പോൾ അത് BJP ആശങ്കപ്പെടുത്തുന്നു. വിശ്വാസി സംഗമം പൊളിഞ്ഞു പോയി എന്നല്ലേ ആ ആഗോള സ്വാഗതം ചെയ്യുന്നുണ്ട്. അല്ല, സ്വാഗതം ചെയ്തു. ഇപ്പൊ അവർക്ക് തന്നെ മനസ്സിലായല്ലോ ഈ വിഷയം വന്നപ്പോഴുള്ള ഒരു അതിനാണല്ലോ പ്രശ്നം. ഈ ED-യുടെ കേസിൽ അപ്പൊ ഈ നിലവിൽ ആ സമൻസ് നിലനിൽക്കുന്നതിന് തുടർ നടപടികൾ ഇനിയും ഉണ്ടാകാം വിവേകിനെതിരെ. അല്ല, ഞാൻ പറയുന്നത് എനിക്കത് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഞാൻ സമൻസും കണ്ടിട്ടില്ല. അവർക്ക് എന്തൊക്കെ തെളിവ് കിട്ടി, ഇപ്പൊ ഈ കൊടുത്ത സമൻസിന് ശേഷം വേറെ എന്തെങ്കിലും നടപടി ഉണ്ടായോ എന്ന് നമുക്കറിയില്ലല്ലോ. നിങ്ങളുടെ മുന്നിൽ വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇല്ല എന്ന് പറയുന്നത്. കാണാത്തതെല്ലാം ഇല്ല എന്ന് ധരിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിയോ മകനോ ആരും അങ്ങനെ ഒരു സമൻസിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞ് ഞാനും നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കേട്ടു. ഈ അതുകൊണ്ട് ആ പറയുന്നത് അതേപടി ശരിയാണോ ഇല്ലയോ ഒന്നും എനിക്കറിയില്ല. ശരിക്ക് ഈ അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പൊ പൊതുവിലുള്ള ഒരു ആരോപണം ഈ BJP CPM-നെ സഹായിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഡീൽ, അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? ആ ആരോപണത്തെ എങ്ങനെയാണ്? കാരണം അവർ ഉദ്ദേശിക്കുന്നത് CPM-ന് ഒരു വട്ടം കൂടി അവസരം നൽകി പിന്നീട് ഒരു ലോങ് ടൈം പ്ലാനാണ് BJP-യുടെ മുന്നിലുള്ളത് എന്നാണ് പൊതുവിലൊരു. ഇതൊക്കെ ചില മാധ്യമ പ്രവർത്തകർ അവരുടെ ഭാവനാവിലാസത്തിൽ സങ്കല്പിക്കുന്നതാണ്. ഞാൻ ഈ അടുത്തത് കണ്ടു. ഞാൻ വെള്ളാപ്പള്ളിയെ കണ്ടപ്പോൾ എന്താ പറഞ്ഞെന്നുള്ളത് ഒരാൾ പറയുന്നത് ഞാൻ കേട്ടു. വെള്ളാപ്പള്ളി ഞാൻ സംസാരിച്ചത് എന്താണെന്ന് എനിക്കും അറിയാം, വെള്ളാപ്പള്ളിക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ ഇതുപോലത്തെ ചർച്ച, അതായത് ഭാരതീയ ജനതാ പാർട്ടി രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ആശയപരമായിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയ എതിരാളികൾ എന്ന് പറയുന്നതിൽ ഈ രണ്ട് കൂട്ടരും ഞങ്ങളെ സംബന്ധിച്ചോളം വലിയ എതിരാളികളാണ്, CPM-ഉം കോൺഗ്രസും. അതിലേതെങ്കിലും ഒരു കൂട്ടർ കുറച്ച് ഭേദമാണെന്ന് ഞങ്ങൾക്കൊരിക്കലും നിലപാടെടുത്തിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ഞങ്ങൾ വളരുന്നത് CPM-ന്റെ ശക്തി ക്ഷയിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ വളരുന്നത്. അപ്പോൾ അവരെങ്ങനെ ഭരണത്തിൽ തുടരാൻ അനുവദിക്കുക? ഞങ്ങൾ തന്നെ കൂടുതൽ വോട്ട് കിട്ടുന്ന CPM-ന്നാണോ? ഡെഫിനറ്റ്ലി. ഇപ്പോൾ നിങ്ങൾ ആറ്റിങ്ങല കണക്ക് നോക്കിക്കോ. ആറ്റിങ്ങൽ ആരുടെ വോട്ടാണ് എനിക്ക് കിട്ടിയത്? കോൺഗ്രസിന്റെ വോട്ടല്ലല്ലോ, CPM-ന്റെ വോട്ടല്ലേ കിട്ടിയത്. CPM ഭരണത്തിൽ ഇരുന്നോട്ടെ, എന്നിട്ട് ഞങ്ങൾ വളരാമെന്ന് ഞങ്ങളെങ്ങനെ വിചാരിക്കുക? അതുകൊണ്ട് ഞങ്ങൾ ഇവർ രണ്ടുപേർക്കും പകരം ഞങ്ങൾ തന്നെ ഭരണത്തിൽ വരണം, ഞങ്ങൾ ശക്തിപ്പെടണം. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുക. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഒരു തരത്തിലുള്ള ധാരണയും ഈ രണ്ട് കൂട്ടരുമായിട്ടും ഞങ്ങൾക്ക് ഉണ്ടാക്കാം. നിയമത്തെ ജയിച്ചപ്പോൾ കിട്ടിയത് CPM-ന്റെ വോട്ടായിരുന്നു. നിയമത്ത് വിജയിച്ചപ്പോൾ കിട്ടിയിരുന്നത് നിയമത്ത് എല്ലാ ആൾക്കാരും കിട്ടിയിട്ടുണ്ട്. നിയമത്ത് അതിൻ്റെ ഒരു നിയമത്ത് അവിടെ സ്ഥിരമായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് CPM-നാണ് പോയിക്കൊണ്ടിരുന്നത്. CPM-ന്റെ വോട്ട് ഞങ്ങൾക്ക് വരുന്നുണ്ട്. അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് CPM കോൺഗ്രസിൻ്റെ വോട്ട് പിടിക്കുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP-ക്ക് വന്ന വോട്ടുകളിൽ വലിയൊരു വിഭാഗം വോട്ട് CPM-ൽ നിന്ന് തന്നെയാണ്. പക്ഷേ CPM-ന് നഷ്ടപ്പെട്ട വോട്ട് അവർ കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന പരമ്പരാഗത കോൺഗ്രസ് വോട്ടർമാരായിട്ടുള്ള ആളുകളുടെ വോട്ട് പിടിച്ചുകൊണ്ട് അവർ ആ വോട്ട് നിലനിർത്തി. ചില സ്ഥലങ്ങളിൽ കുറച്ച് കൂടുതലും കിട്ടി. അത് കാരണം അവർ ഭരണം തുടർച്ചത്. അങ്ങ് പറയുന്നത് ഈ CPM-നെ ക്ഷയിപ്പിച്ചുകൊണ്ടാണ് BJP വളരുന്നത് എന്നല്ലേ? അതെ, കേരളത്തിൽ തീർച്ചയായിട്ടും. കോൺഗ്രസ് അല്ല. കാരണം കോൺഗ്രസിന് വരുന്ന വോട്ടിന്റെ വലിയൊരു അംശം കോൺഗ്രസിന് മുസ്ലിം ലീഗിന്റെയും കേരള കോൺഗ്രസിന്റെയും ഒക്കെ പിന്തുണ കൊണ്ടാണ്. ഞങ്ങൾ അതുമായിട്ട് ഡീലിങ് ഇല്ലല്ലോ. ഞങ്ങൾക്ക് വളരെ ചുരുക്കം വോട്ടാണ് മതന്യൂനപക്ഷങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് ഹിന്ദു സമൂഹത്തിന്റെ, അതിൽ തന്നെ പിന്നോക്ക വിഭാഗത്തിന്റെ വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് CPM നിലനിൽക്കുന്നത്. ആ വോട്ടാണ് ഞങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ ലാറ്റിൻ സഭയ്ക്ക് കൊച്ചി പട്ടാഞ്ചേരി സ്കൂളിന്റെ കാര്യത്തിൽ BJP പൂർണ്ണ പിന്തുണ നൽകുന്നു. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ലാറ്റിൻ സഭയൊന്നുമില്ല. ഞാനിതാ പറഞ്ഞിട്ടുള്ളത് ലാറ്റിൻ സഭ ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞത് അവിടെ ഹൈബി ഈഡനും വഴി കോൺഗ്രസും ശിവൻകുട്ടി ഇവർ രണ്ടുപേരും തീർന്ന പ്രശ്നത്തെ ഉപയോഗിച്ച് വാളിക്കത്തിച്ച് അവർക്ക് 10 വോട്ട് കിട്ടുമെന്നുള്ളൊരു ശ്രമം നടത്തി. SDPIയെ കുറ്റപ്പെടുത്താൻ ഹൈബി ഈഡന് ധൈര്യമില്ല. ശിവൻകുട്ടി പ്രശ്നം തീർന്നതിന് ശേഷവും എവിടുത്തെ വോട്ടിന് വേണ്ടിയാന്ന് എനിക്കറിയില്ല, ഈ വിഭാഗത്തിന്റെ വോട്ടിന് വേണ്ടിയിട്ട് അവരോടൊരു മൃദു സമീപനം. BJP വക്താവ് പറഞ്ഞത് ഇത് കാരണം BJP ഏത് വക്താവ് എവിടുത്തെ ദേശീയ വക്താവ് ഇവിടെയുള്ള ആൾക്കാർ ഒരു പൊതുവായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോൾ ആ പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളായിട്ട് കൂട്ടിക്കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം പറഞ്ഞു ഇങ്ങനെ BJPയുടെ നേരത്തെ ഒരു ഇതുണ്ടായിരുന്നു, സ്ഥാനാർത്ഥി പ്രഖ്യാപനം കുറച്ച് മുന്നേ നടത്തിയ ഒരു തയ്യാറെടുപ്പ് മുന്നൊരുക്കമൊക്കെ ഉണ്ടാവുന്നു. അതിന്റെ ഒരു ഏകദേശം ആ ഒരു മൂഡിലാണോ ഇപ്പോ സംവരണത്തിന്റെ ഇതാണല്ലോ നടക്കുന്നത്. ഇപ്പോൾ കോർപ്പറേഷൻ ഇലക്ഷൻ, മുനിസിപ്പാലിറ്റി ഒക്കെ, അപ്പൊ അതറിഞ്ഞാലേ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ ഉടനെ നമ്മൾ സ്ഥാനാർത്ഥി നിയമസഭാ സ്ഥാനാർത്ഥികളും കുറച്ച് മുന്നേ ഉണ്ടായേക്കും. അതൊന്നും കുറച്ച് തീരുമാനിച്ചിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. എന്തായാലും വിഷയം ചർച്ച അല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനം BJP പരാതിയുണ്ടോ? ഇഷ്ടംപോലെ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. UDF ഇവിടെ കേസ് ഒരു വീട്ടിലെ 3 ആൾക്കാർ 3 വാർഡിലുള്ള സ്ഥലങ്ങളുണ്ട്. നിങ്ങളുടെ മാധ്യമപ്രവർത്തകരെ തന്നെ ഞാൻ 4 പേര് പറഞ്ഞു. തിരുവനന്തപുരത്തെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള ചില ആളുകൾ എന്നോട് പറയുന്നു, മാധ്യമപ്രവർത്തകരുടെ കുടുംബത്തിലെ ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർ 2 വാർഡിൽ എങ്ങനെ വരിക? ഒരു വീട് 2 ആക്കിയിട്ട് വിഭജിക്കാൻ പറ്റില്ലല്ലോ. വാർഡ് വിഭജനത്തിൽ ഒരു റോഡിന്റെ ഇപ്പുറത്തെ സൈഡ്, അപ്പുറത്തെ സൈഡ്, ഒരു നദിയുടെ ഇപ്പുറത്തെ സൈഡ്, അങ്ങനെയല്ലേ വരും. ഇതിലെ ഈ SIR ഒരിക്കലും നടപ്പാക്കരുതെന്നൊരു ആവശ്യമാണല്ലോ ഇവർ ഉന്നയിക്കുന്നത്. അതിനെ കുറിച്ചൊരു BJPയുടെ നിലപാട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, 2003 നടപ്പിലാക്കിയതാണെങ്കിൽ എന്തുകൊണ്ട് ഇപ്പൊ നടപ്പിലാക്കിക്കൂടെ? എന്തുകൊണ്ടാണ് കോൺഗ്രസും CPM ഇതിനെ ഭയക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം കള്ളവോട്ട് അവർ ചേർക്കുന്നത് പിടികൂടപ്പെടും എന്നുള്ള അല്ലെങ്കിൽ അവർ ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ.